ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി നെക്സ്റ്റ് ഫ്രണ്ട്സ് എന്ന സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ചരനാണെങ്കിൽ കനിനെയും കൊണ്ട് നേരെ കൊട്ടാരത്തിൻ്റെ അകത്തേക്ക് വരുന്നതാണ്. ആ സമയം കനിനെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് അവിടെ കുറേ ഗാർഡ്സായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്നുണ്ടായിരുന്നു. ആ സമയം അങ്ങോട്ടേക്ക് ഒരാൾ വന്നിട്ട് കനിനെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട്. ചരൻ അപ്പോൾ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്, നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്ന നിൻ്റെ കൂടെ നിൽക്കാൻ പോകുന്ന ആളാണ് ഇതെന്ന് പറഞ്ഞിട്ട്. കനിന ആ സമയം അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളാണെങ്കിൽ അയ്യോ അങ്ങനെ പറയരുത് രാജകുമാര, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാനുള്ളതാണെന്ന് പറയുമ്പോൾ ചരനാണെങ്കിൽ അയാളങ്ങ് കൂടെ നിർത്തിയേക്ക്, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം കനിനും ഓക്കെ എന്ന് പറയാണ്. അങ്ങനെ ചരൻ ശരി നീ അകത്തേക്ക് പൊക്കോളാനായിട്ട് പറയുമ്പോൾ കനിനാണെങ്കിൽ നീ എൻ്റെ കൂടെ വരുന്നില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചരൻ ഇല്ല, എനിക്ക് അങ്ങോട്ടേക്ക് വരേണ്ട ഒരു അനുമതിയില്ല, പൊക്കോളാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ചരൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. കനിനെ അവൻ്റെ കൂടെ നിൽക്കാനുള്ള അയാളാണെങ്കിൽ അകത്തേക്ക് കൊണ്ടുപോകുന്ന ടൈമിന് അവിടെ സൈഡിലായിട്ട് ഭടന്മാരെന്നൊക്കെ പറയാം ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്തെല്ലാം തന്നെ കനിനാണെങ്കിൽ ഹായ് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ്റെ മനസ്സിൽ അവൻ ജസ്റ്റ് നോർമലായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ അവൻ അവരുടെ അടുത്ത് ഹായ് ഒക്കെ പറഞ്ഞ് പോവുകയാണ്. എന്നാൽ അവനൊരു രാജകുമാരനായതുകൊണ്ട് തന്നെ അവൻ ഹായ് പറയുന്നതും ഇവരെല്ലാവരും അവൻ്റെ മുന്നിൽ തലകുനിച്ചിരിക്കുകയും മുട്ടുകുത്തിയിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആ സമയം ഇവനാണെങ്കിൽ അവരുടെ കൂടെ തന്നെ മുട്ടുകുത്തിയിരിക്കുമ്പോഴത്തേക്കും അവൻ്റെ കൂടെ നിൽക്കുന്ന ആൾ പറയുന്നുണ്ട് അയ്യോ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങളങ്ങനെ ചെയ്യാൻ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് അവനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയമാണ് ഇമാലിയുടെ ഫ്ലാഗ് അവിടെ ഇരിക്കുന്നത് ഇവൻ കാണുന്നത്. അങ്ങനെ ഇതാണോ ഇമാലിയുടെ ഫ്ലാഗ് എന്ന് ചോദിക്കുമ്പോൾ അയാൾ അതേന്ന് പറയുന്നുണ്ട്. ഈ ഇമാലിയുടെ ഫ്ലാഗിൻ്റെ അകത്ത് തന്നെ ഇതിൻ്റെ 4 നേഷൻസിൻ്റെയും ഓരോരോ ഭാഗങ്ങളായിട്ടുള്ള ഡിസൈൻസ് ഉണ്ടായിരുന്നു. ആ 4 നേഷൻസിൻ്റെയും സെപ്പറേറ്റ് ഫ്ലാഗും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതും അയാൾ കാണിച്ചു കൊടുത്തിട്ട് ഈ കാണുന്നതാണ് അശ്വദേവത്തിൻ്റെ ഫ്ലാഗ്. ഇതിലാണെങ്കിൽ ഒരു സ്വർണ്ണ കുതിര വന്നിട്ട് പുറകിൽ വാളൊക്കെ വന്നിട്ടുള്ള ഒന്നാണ്. അശ്വദേവത്തിൻ ഇമാലിയുടെ നോർത്തിലായിട്ടാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് കാണിക്കുന്നത് പുച്ചോങ് ഡിസത്തിൻ്റെ ഫ്ലാഗാണ്. അതിലാണെങ്കിൽ ഒരു കിങ് കോബ്രയൊക്കെ വന്നിട്ട് ഡയമണ്ട്സ് ഒക്കെ ഇങ്ങനെ ചുറ്റും വരുന്നുണ്ട്. പുറകിലായിട്ട് റോസാപ്പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട്. അതാണെങ്കിൽ ഇമാലിയുടെ ഈസ്റ്റിലായിട്ടാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അടുത്ത് മീനാനക്കരയും കാണിച്ചു കൊടുക്കുമ്പോൾ അതാണെങ്കിൽ ഒരു ഷാർക്കൊക്കെ വന്നിട്ട് ചുറ്റും ഡയമണ്ട്സ് ഒക്കെ വന്നിട്ട് ഒരു ബ്ലൂ കളർ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നതാണ്. അതാണെങ്കിൽ സൗത്ത് ഏരിയയിലായിട്ടാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. സൗത്തിൻ്റെ അവിടെയാണ് കടലുള്ളത്, അതുകൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു ഷാർക്കിൻ്റെ ഡിസൈൻ വരുന്നത്. അടുത്ത് പിന്നെ ലാസ്റ്റായിട്ട് തവിച്ച് മേധയാണ്. അതിലെന്ന് പറയുമ്പോൾ ഒരു ഫീനിക്സ് പക്ഷി, അതിൻ്റെ ചുറ്റുമായിട്ട് കുറേ വജ്രങ്ങളും സംഭവങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ പിങ്ക് കളറാണ്. അതാണെങ്കിൽ വെസ്റ്റ് സൈഡിലായിട്ടാണ് ഉള്ളതെന്നും പറയുന്നുണ്ട്. കനിനങ്ങനെ ഇതെല്ലാം കേട്ടിട്ട് ഇങ്ങനെ ചുറ്റും നോക്കിയിരിക്കുന്ന സമയത്ത് അയാൾ ഇവൻ്റെ അടുത്ത് പറയുന്നുണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിച്ചാൽ മതി, താങ്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം പറഞ്ഞുതരാമെന്ന്. ആ സമയം കനിൻ എൻ്റെ അടുത്ത് ഇങ്ങനെ ഫോർമലായിട്ട് സംസാരിക്കേണ്ട ഒരു ആവശ്യമില്ല, ഞാനാണെങ്കിൽ എൻ്റെ അച്ഛൻ അന്വേഷിച്ചാണ് വന്നത്, അല്ലാതെ ഇവിടുത്തെ രാജകുമാരനാവാൻ വേണ്ടിയിട്ടല്ല എന്ന് പറയുന്നുണ്ട്. അച്ഛനെന്ന് ഉദ്ദേശിച്ചത് അവൻ്റെ സ്വന്തം അച്ഛൻ ഈ കൊട്ടാരത്തിലുള്ള ആ രാജാവിനെ അല്ല, പക്ഷേ ഇത്രയും വർഷം അവനെ നോക്കി വളർത്തിയ അവൻ്റെ അച്ഛനെയാണ്, അതായത് തന്തനായിനെയാണ്. അങ്ങനെ ഇത് പറയുമ്പോഴത്തേക്കും ആ ഒരാൾക്ക് എന്ത് തിരിച്ചും പറയണമെന്നറിയത്തില്ല. അതിനുശേഷം പിന്നീട് അവിടുത്തെ രാജാവിനെ കാണാനായിട്ട്, അതായത് നമ്മുടെ കനിൻ്റെ മുത്തശ്ശനെ കാണാനായിട്ട് ചരൻ അയാളുടെ റൂമിലേക്ക് വരുന്നുണ്ട്. ആ സമയം ഫസ്റ്റ് എപ്പിസോഡിൽ ചരനാണെങ്കിൽ കനിനെ അന്വേഷിച്ച് അങ്ങ് പോകുന്നതിന് മുമ്പായിട്ട് ഇയാൾ ഇവൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടുന്നത് തനിക്ക് ഈ ഒരു പ്രത്യേക തരത്തിലുള്ള ചായ കുടിക്കണം, അത് തന്തനായുടെ കയ്യിലാണുള്ളത്, അത് പോയി വാങ്ങണമെന്നായിരുന്നു. ഈ ചായ എന്ന് ഉദ്ദേശിച്ചത് ആക്ച്വലി നമ്മുടെ കനിനെ ആയിരുന്നു. അതൊരു കോഡ് ഭാഷയായിരുന്നു. കൊട്ടാരത്തിലുള്ളവർ പോലും കനിൻ തിരിച്ചെത്തിയത് അറിയാതിരിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ അയാൾ റൂമിലേക്ക് വരുമ്പോഴത്തേക്കും ചരൻ പറയുന്നുണ്ട് അതിനെ ഞാൻ സേഫായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന്. ആ സമയം അയാളാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അറ്റാക്ക് ഉണ്ടായെന്നൊക്കെ അറിഞ്ഞു, നീയും അവനും ഓക്കെ ആണോ എന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് അതെ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല, പക്ഷേ തന്തന ഇപ്പോൾ എവിടെയാണെന്ന് അറിയത്തില്ല, ഒരു വിവരവും ഇല്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം രാജാവ് ഒരു കാര്യം നീ പോയിട്ട് തന്തന ജീവനോടെ ഉണ്ടോ ഇല്ലേന്ന് അന്വേഷിക്കും. പിന്നെ കനിൻ തിരിച്ചു വന്ന കാര്യം വളരെ കുറച്ച് പേർക്കേ അറിയത്തുള്ളൂ, അതുകൊണ്ട് ആ കൂട്ടത്തിൽ ആരെങ്കിലും തന്നെയായിരിക്കും അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചതും എന്നും ഇങ്ങനെ പറയുന്നുണ്ട്. ആട്ടേന് ചരൻ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിൽ ഇവിടെ ഇമാലിയിലുള്ള ഒരു പോലീസുകാരനുണ്ടായിരുന്നു, എനിക്ക് തോന്നുന്നത് ഈ കൊട്ടാരത്തിലുള്ള ആരോ തന്നെയാണ് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നതെന്നാണ് എന്ന് പറയുന്നുണ്ട്. ആ സമയം കേൾക്കുമ്പോൾ രാജാവ് എങ്കിയൊരു കാര്യം ആരാണ് നമ്മുടെ കൊട്ടാരത്തിൽ നിന്നിട്ട് നമുക്ക് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് ഉടനെ കണ്ടുപിടിക്കാനായിട്ടും കൂടെ അവരുടെ അടുത്ത് പറയുന്നുണ്ട്. പിന്നെ നീ ആ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ കനിനെ നോക്കാനായിട്ട് മറ്റാരെയും ഞാൻ ഏൽപ്പിച്ചോളാം, അതുകൊണ്ട് ഈ വർക്ക് നീ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. ചരൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. വീണ്ടും കനിനെ കാണിക്കുമ്പോൾ അവനിങ്ങനെ കൊട്ടാരത്തിലെ ഓരോ ഏരിയാസ് ഇങ്ങനെ നോക്കി വരുന്നുണ്ട്. കൂടെ നടക്കാനായിട്ട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആ ഒരാളും ഉണ്ട്. 2-3 വേറെ പയ്യന്മാരും ഉണ്ട് പുറകെ. അങ്ങനെ ഇവനിങ്ങനെ ഓരോ നോക്കി വരുമ്പോഴാണ് അവിടെ ഒരു പ്രൊജക്ടർ ഇരിക്കുന്നത് കാണുന്നത്. ആ സമയം അയാൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ഹിമാലയൻ നേഷനിൽ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാനായിട്ട് നമ്മൾ തന്നെ വെച്ചതൊന്നാണ്. പിന്നെ ആ കാണുന്നതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഡ്രസ്സിങ് റൂം, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നിങ്ങൾക്കുള്ള ഡ്രസ്സെല്ലാം അവിടെ റെഡിയാണെന്ന് പറഞ്ഞിട്ട് അവനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്.
കനിൻ നോക്കുമ്പോൾ രാജാക്കന്മാരിടുന്ന ടൈപ്പിലുള്ള കുറേ ഡ്രസ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അവനങ്ങനെ ഓരോന്നെടുത്ത് നോക്കിയിട്ട് സിമ്പിളായിട്ടുള്ള ഒന്നും ഇല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ആ ഒരാളാണെങ്കിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. എന്നാൽ എല്ലാം ഭയങ്കര വലിയ വലിയ ഡിസൈൻസ് വരുന്ന കുറേ ഡ്രസ്സ് ആയതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ഇതൊന്നും അല്ല, എനിക്ക് വല്ല സിമ്പിളായിട്ടുള്ളതൊക്കെ വേണമെന്ന് പറയുമ്പോൾ അയാൾ വേറൊന്നും എടുത്ത് കാണിച്ചിട്ട് ഇതെങ്ങനെയുണ്ട്, ഫംഗ്ഷൻ വരുമ്പോഴൊക്കെ ഇടാൻ പറ്റിയ സാധനമാണെന്ന് പറയുന്നുണ്ട്. ആ സമയം അവനാണെങ്കിൽ ഇന്നെന്താ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതേ ഉണ്ട്, ഇന്ന് നിങ്ങൾ രാജാവിനെ മീറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മുത്തശ്ശനാണത്. പിന്നെ അതുപോലെ ഹിമാലയ ദേശത്തുള്ള പല പല വലിയ ആൾക്കാരെയും ഇന്ന് നിങ്ങൾ അതിൻ്റെ കൂടെ മീറ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് അത് ഇടാനായിട്ട് നിൽക്കുമ്പോഴാണ് അവൻ്റെ കൂടെ നടന്ന രണ്ട് പയ്യന്മാർ മുന്നിലേക്ക് വന്നിട്ട് ഇവൻ ആ ഡ്രസ്സ് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുന്നത്. ആ സമയം കനിൻ ഞാൻ സ്വന്തമായിട്ട് ഇട്ടോളാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആ ഒരു കൂടെ നിൽക്കുന്ന ഒരാളാണെങ്കിൽ ഇല്ല പറ്റത്തില്ല, ക്ഷമിക്കണം, ഞങ്ങൾ തന്നെ ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് അവനെയും കൊണ്ട് അവിടെ സൈഡിലുള്ള റൂമിൽ കയറിയിട്ട് ഡ്രസ്സ് മാറ്റിക്കുന്നുണ്ട്. അങ്ങനെ മാറ്റിയിട്ട് വരുമ്പം അവൻ ചോദിക്കുന്നുണ്ട് ഇതൊക്കെ കുറച്ച് ഓവറല്ലേ, പിന്നെ ഇത് ഭയങ്കര ടൈറ്റാണെന്നൊക്കെ പറയുമ്പോൾ അയാളാണെങ്കിൽ നല്ല മാച്ച് ആവുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആ ഡ്രസ്സിൽ വെക്കാനായിട്ട് കുറച്ച് ആക്സസറീസൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ആ സമയം കനിൻ ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കുറച്ച് സാധനം കൂടെ ഉള്ളൂ, ജസ്റ്റ് കുറച്ച് ആക്സസറീസ് വയ്ക്കണം, പിന്നെ ആ ഒരു ഹെയർ സ്റ്റൈലും കൊണ്ട് ഒന്ന് നേരെയാക്കണം, അതോടെ എല്ലാം കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ആ സമയം കനിനാണെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ് നടക്കുന്ന പോലെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാൾ നിങ്ങൾ ഭയങ്കര തമാശക്കാരനാണല്ലോ രാജകുമാര എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ റെഡിയാക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ഫംഗ്ഷൻ സ്റ്റാർട്ടാവുന്നുണ്ട്. അതായത് രാജാവ് വന്നിരിക്കുന്നുണ്ട്. ആ 4 നേഷൻസിലെയും രാജാക്കന്മാരും അവരുടെ മക്കളും, അതായത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട രാമലും അവയും ഒക്കെ വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ആൾക്കാരവിടെ ഉണ്ടായിരുന്നു. ആ ടൈമിന് രാജാവാണെങ്കിൽ നിങ്ങളെല്ലാവരും വിളിച്ചു വരുത്തിയത് ഒരു കാര്യം അറിയിക്കാനാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് നോക്കാൻ പറയുന്നുണ്ട്. എല്ലാവരും അങ്ങനെ സ്റ്റെയർ കേസിൻ്റെ ഒരു ഏരിയയിലേക്ക് നോക്കുമ്പോഴാണ് അതുവഴി കനിൻ ഇറങ്ങി വരുന്നത് കാണുന്നത്. വരുന്ന സമയത്ത് അവർക്ക് ആർക്കും അവൻ ആരാന്നറിയത്തില്ല. ഇറങ്ങി വരുമ്പോൾ ഇവനും ടെൻഷനുണ്ട്, കാരണം ഇവന് ഇത് ആരാന്നൊന്നും നേരെ അറിയത്തില്ല. അങ്ങനെ അവൻ ഫ്രണ്ടിലേക്ക് വന്ന് നിന്ന് കഴിയുമ്പോഴത്തേക്കും അവനവൻ്റെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട്. എൻ്റെ പേര് കനിനാണ്, കനിൻ അശ്വദേവാത്തിന്ന്. അശ്വദേവാത്തിന്ന് കേൾക്കുമ്പോഴേ അവിടെ ഇരുന്ന ആ ഒരു മീനാനക്കരിൻ, പുചോങ് ബിസത്ത് ഇവരിലുള്ളവരെല്ലാവരും തന്നെ ഭയങ്കര ഷോക്കാവുന്നുണ്ട്. കാരണം കനിൻ ജീവനോടെ ഉണ്ടെങ്കിൽ അവർക്ക് രാജാവാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുഖമെല്ലാം വല്ലാണ്ട് ചേഞ്ച് ആവുന്നുണ്ട്. ഇതേസമയം രാജാവാണെങ്കിൽ കനിൻ്റെ അടുത്ത് ഇതാണ് നിൻ്റെ അച്ഛനെന്നും പറഞ്ഞിട്ട് അവൻ്റെ അച്ഛനെ കാണിച്ചു കൊടുത്ത ശേഷം അവൻ്റെ അടുത്തിരിക്കാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ കനിൻ അവൻ്റെ അച്ഛൻ്റെ അടുത്തുള്ള കസേരയിട്ട് ഇരിക്കുന്നുണ്ട്. ആ ടൈമിന് ബാക്കി നേഷൻസിലുള്ള രാജാക്കന്മാരെല്ലാവരും തന്നെ കൺഗ്രാറ്റുലേഷൻസ് പറയുന്നുണ്ട്. പുചോങ് ബിസത്തിലെ രാജാവ്, അതായത് രാമലിൻ്റെ അച്ഛൻ, അയാൾ പറയുന്നുണ്ട് ഇതൊരു നല്ല ദിവസമാണ്, പക്ഷേ ഇത് ശരിക്കും കനിൻ തന്നെയാണെന്ന് നമുക്ക് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും, ഇതൊരു പക്ഷേ കനിൻ അല്ലെങ്കിലോ, എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്നിങ്ങനെ രാജാവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ആ സമയം രാജാവ് ഞങ്ങൾ ഓൾറെഡി ഒരു DNA ടെസ്റ്റ് നടത്തിയതാണ്, അത് നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് ആ ടെസ്റ്റ് കാണിക്കുന്നുണ്ട്. ആ സമയം അയാൾ വീണ്ടും ചോദിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ ടെസ്റ്റ് കള്ളമാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ രാജാവ് പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നമുക്കൊരു ടെസ്റ്റും കൂടെ നടത്താം, എന്തായാലും നിങ്ങൾ പുചോങ് ബിസത്തിലുള്ളവർ മെഡിക്കൽ ഏരിയാസിൽ നമ്പർ 1 അല്ലേ, അതുകൊണ്ടങ്ങ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേറെ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവർക്കെല്ലാവർക്കും സംസാരിക്കാൻ മടിയാവുന്നുണ്ട്. ആ സമയം രാജാവ് എങ്കിൽ ശരി നമുക്ക് ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് നിർത്താം, പിന്നെ ഇന്നത്തെ ദിവസം കനിൻ തിരിച്ചു വന്നതിൻ്റെ ഒരു പാർട്ടി ഉണ്ടായിരിക്കും, ഞാൻ നിങ്ങളെല്ലാവരും ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാജാവ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ ടൈമിന് രാമലും അവൻ്റെ അച്ഛനും, അതായത് പുചോങ് ബിസത്തിലുള്ളവർ നമ്മുടെ കനിനെ ഭയങ്കര ദേഷ്യത്തിൽ നോക്കുന്നുണ്ട്. ആ സമയം കനിൻ അവരെ നോക്കുമ്പോഴാണ് നമ്മളൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. കനിനും ചരനും തിരിച്ച് ട്രെയിനിൽ വരുന്ന ടൈമിന് ചരനാണെങ്കിൽ ഇവർ ഓരോരുത്തരുടെയും ഫോട്ടോ കാണിച്ചിട്ട് അവരാരാന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പുചോങ് ബിസത്തിലുള്ള രാജാവിന് ഒരു മകനുണ്ട്, അവൻ്റെ പേര് റാമിൽ എന്നാണ്, അവർ നോർത്ത് ഏരിയയാണ് ഭരിക്കുന്നത്, പിന്നെ അവരുടെ കയ്യിൽ ഒത്തിരി ഡയമണ്ട്സ് ആണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അടുത്ത് പിന്നീട് അവൻ നോക്കുമ്പോഴത്തേക്കും തവിച്ച് മേതല രാജാവ് നിൽക്കുന്നുണ്ട്. തവിച്ച് മേതലുള്ളവർ അവൻ്റെ അടുത്ത് ചിരിച്ചുകൊണ്ട് തന്നെയാണ് നോക്കുന്നത്. കാരണം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്കുള്ളതൊരു മകള് അവയാണ്. പെൺകുട്ടികൾക്ക് ഇവരുടെ മെയിൻ മാച്ചായിട്ടുള്ള ആ ഫെൻസിങ്ങിൽ പങ്കെടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് തന്നെ അയാൾ രാജാവാകത്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കനിൻ തിരിച്ചു വന്നതിലും അയാൾക്ക് സങ്കടമൊന്നുമില്ല, എവയ്ക്കും ദേഷ്യമൊന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ അവരാണെങ്കിൽ ഇവനെ നോക്കി ചിരിക്കുന്നുണ്ട്. പിന്നെ മീനാനക്കരിനെ കാണിക്കുവാണെങ്കിൽ അതിലെ രാജാവും അവനെ നോക്കി ചിരിക്കുന്നുണ്ട്. ആ സമയം അവനിങ്ങനെ ആലോചിക്കുകയാണ് ചരൻ അവരെക്കുറിച്ചും പറഞ്ഞു കൊടുത്തത്. ചരൻ അയാളുടെ ഫോട്ടോ കാണിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതാണ് മീനാനക്കരിലെ രാജാവ്, അവരാണെങ്കിൽ സൗത്ത് ഏരിയയാണ് ഭരിക്കുന്നത്, ഒത്തിരി വജ്രങ്ങളെല്ലാം അവരുടെ കയ്യിലുണ്ട്, പക്ഷേ അയാളുടെ ഭാര്യ മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ അയാൾക്ക് അടുത്ത തലമുറയായിട്ട് മക്കളൊന്നും ഇല്ലയെന്ന് പറയുന്നുണ്ട്. ആ സമയം അയാളെ കാണിക്കുമ്പോഴായാലും അയാളും ഇവൻ തിരിച്ചൊന്നിൽ ഹാപ്പിയാണ്, കാരണം മക്കളില്ലാത്തതുകൊണ്ട് തന്നെ അയാൾ രാജാവാകത്തില്ല എന്ന് അയാൾക്കും അറിയാം. ഇവൻ്റെ അടുത്ത് ഇപ്പോൾ ശത്രുത തോന്നുന്നുണ്ടെങ്കിൽ അത് തോന്നുന്നത് പുചോങ് ബിസത്തിന് മാത്രമാണ്, കാരണം അതിലുള്ള ആൾക്ക് ഒരു മകൻ റാമിലാണുള്ളത്. അതിനുശേഷം
അവൻ്റെ അച്ഛനാണെങ്കിൽ നമുക്ക് പോകാമെന്നും പറഞ്ഞിട്ട് കനിനെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കനിനും അവൻ്റെ അച്ഛനും അവൻ്റെ മുത്തശ്ശനായിട്ടുള്ള രാജാവും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത്രയും വർഷം ഈ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫാമിലി ആയിട്ടിരുന്ന് ഫുഡ് കഴിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം അവൻ്റെ അച്ഛൻ അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, കനിൻ ഈ ഫുഡ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? വേറെ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിനക്ക് ഉണ്ടാക്കി തരാനായിട്ട് അവരുടെ അടുത്ത് പറയാമെന്നൊക്കെ. ആ സമയം കനിൻ അവൻ്റെ അച്ഛനെയും ചരൺ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇങ്ങനെ ആലോചിക്കുകയാണ്. ചരൺ അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഇതാണ് നിൻ്റെ അച്ഛൻ, ഇദ്ദേഹമാണ് അശ്വദേവത്തിൻ ഭരിക്കുന്നത്, നിൻ്റെ മുത്തശ്ശനാണ് ഇമാലി ഭരിക്കുന്നത്, നിൻ്റെ അച്ഛന് ഒരൊറ്റ മകൻ മാത്രമാണുള്ളത്, അത് നീയാണ്, പിന്നെ നിൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു കാര്യം അവനിപ്പോൾ ആലോചിച്ചിട്ട് അവനെ ഫുഡ് കഴിക്കുകയാണ്. ഫുഡ് കഴിക്കുമ്പോൾ അവന് ഓർമ്മ വരുന്നത് തൻതനായിനെയാണ്. കാരണം അവൻ കുഞ്ഞിലെ തൊട്ടേ അവനെ തൻതനായി നോക്കി വളർത്തുന്ന സമയത്ത് എപ്പോഴും അവന് ഇമാലിയുടെ ഫുഡായിട്ടുള്ള ഈ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തൻതനായിനെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവൻ ഫുഡ് കഴിക്കുമ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഈ ഫുഡ് ഇഷ്ടപ്പെട്ടോ എന്ന്. ആ സമയം അവൻ പറയുന്നുണ്ട്, എനിക്ക് അച്ഛൻ എപ്പോഴും ഈ ഫുഡ് ഉണ്ടാക്കി തരുമായിരുന്നു എന്ന്. ആ സമയം അവർ രണ്ടുപേരും അച്ഛനോ എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് തൻതനായിനെയാണെന്ന് അവൻ പറയുന്നുണ്ട്. ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ അവനാണെങ്കിൽ രാജാവിൻ്റെയും പിന്നെ ചരൻ്റെയും കൂടെയൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. ആ സമയം രാജാവ്, നീയാണെങ്കിൽ തൻതനായുടെ കൂടെ താമസിച്ച സമയത്ത് തൻതനായി നിന്നെ ഫെൻസിങ് ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, ആ പഠിപ്പിച്ചിട്ടുണ്ട്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു എന്ന് പറയാണ്. ആ സമയം രാജാവ്, ശരി അപ്പോൾ നിനക്ക് കോമ്പറ്റീഷൻ്റെ കാര്യം അറിയാമായിരിക്കുമല്ലോ എന്നിങ്ങനെ പറയുമ്പോൾ, കോമ്പറ്റീഷനോ എനിക്ക് മനസ്സിലായില്ല എന്നവൻ പറയുന്നുണ്ട്. ആ സമയം രാജാവ് പറയുന്നുണ്ട്, അടുത്ത രാജാവിനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കോമ്പറ്റീഷനിൽ നീ വേണം പങ്കെടുക്കാൻ, നീ ജയിച്ചാൽ നിൻ്റെ അച്ഛൻ രാജാവാകും, അങ്ങനെ ഒരു മത്സരം ഇവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ആ സമയം കനിൻ പറയാണ്, ഞാനിങ്ങോട്ടേക്ക് വന്നത് തൻതനായിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടും കാണാനായിട്ടൊക്കെയാണ്, എനിക്കാണെങ്കിൽ രാജകുമാരനാവാനും താല്പര്യമില്ല, പിന്നെ ആ മത്സരത്തിൽ പങ്കെടുക്കാനും താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം രാജാവ്, കുഴപ്പമില്ല, നിന്നെ ഞാൻ ഫോഴ്സ് ചെയ്യത്തില്ല, നീ പതുക്കെ തീരുമാനിച്ചാൽ മതി, ഇതിനെക്കുറിച്ച് നമുക്കിനി ഇപ്പം സംസാരം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് അകത്തേക്ക് പൊക്കോളാൻ പറയുന്നുണ്ട്. പിന്നീട് നൈറ്റ് ടൈം ആകുമ്പോൾ അവൻ നടന്നു വരുന്ന ടൈമിനാണ് അവൻ്റെ അച്ഛൻ അവിടെ ബാൽക്കണിയിൽ അവിടെ നിൽക്കുന്ന കാണുന്നത്. അങ്ങനെ അവൻ്റെ കൂടെ നടക്കുന്ന ആ ഒരാളുടെ അടുത്ത്, ഇവിടെ നിൽക്ക്, എന്നെ ഫോളോ ചെയ്യണ്ട, ഞാൻ ബാൽക്കണിയിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെന്നിട്ട് സംസാരിക്കുന്ന ടൈമിൽ അവൻ പറയുന്നുണ്ട്, ഇതുപോലെ ആ മത്സരത്തിൽ പങ്കെടുക്കത്തില്ല എന്ന് ഞാൻ പറഞ്ഞു, ഐ എം സോറി എന്ന്. ആ സമയം അച്ഛൻ, ഇല്ല കുഴപ്പമില്ല, എനിക്ക് നിൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കാൻ പറ്റും, ഞാൻ നിന്നെ ഒരിക്കലും ഫോഴ്സ് ചെയ്യത്തില്ല എന്ന് പറയാണ്. ആ സമയം കനിൻ പറയുന്നുണ്ട്, ഞാനിവിടെ വന്നത് തൻതനായിനെ അന്വേഷിച്ചാണ്, അതുമാത്രമല്ല എനിക്ക് മറ്റൊരു കാര്യം കൂടെ അറിയണം, ആരാണ് ഞങ്ങൾ അറ്റാക്ക് ചെയ്തതെന്ന്, അത് അച്ഛൻ അറിയാവോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ഇല്ല, പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഞാൻ എന്തായാലും നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് കനിൻ്റെ അടുത്ത്, ശരിയെന്നാൽ നീ പോയി റെസ്റ്റ് എടുത്തോ, പിന്നെ ഇന്ന് തൊട്ട് നിനക്ക് എന്ത് സംഭവിച്ചാലും നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഞാൻ ഉണ്ടാവും എന്നും പറയുന്നുണ്ട്. അങ്ങനെ അവൻ തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ആ ഒരു ബാക്കി 3 നേഷനിലെയും, അതായത് തവിച്ച് മേധ, മീനാനക്കരിൻ, പുച്ചോങ് ബിസത്ത്, ആ 3 നേഷനിലുള്ള രാജാക്കന്മാർ ഇരുന്ന് സംസാരിക്കുന്നതാണ്. പുച്ചോങ് ബിസത്തിലെ രാജാവ് പറയുന്നുണ്ട്, ഇപ്പം പെട്ടെന്ന് കനിനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും രാജാവ് ഉടനെ തന്നെ ആ ഒരു ഫെൻസിങ് കോമ്പറ്റീഷൻ നടത്താൻ ചാൻസ് ഉണ്ട്, പിന്നെ അവനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് മിക്കവാറും അശ്വദേവത്തിൻ തന്നെ ജയിക്കാനും ചാൻസ് ഉണ്ട്, കാരണം ഇല്ലെങ്കിൽ അവനെ ഇപ്പോൾ പെട്ടെന്ന് മത്സരിക്കാനായിട്ട് കൊണ്ടുവരത്തില്ലായിരുന്നു എന്ന് പറയാണ്. ആ സമയം കേട്ടുകൊണ്ടിരിക്കുന്ന മീനാനക്കരിനും തവിച്ചുമേതയും, അതിനിപ്പോൾ പ്രത്യേകിച്ച് അവൻ തന്നെ ജയിക്കണം എന്നുള്ള രീതിയിൽ ഒന്നും സംഭവിച്ചില്ലല്ലോ, അപ്പോൾ പിന്നെ നീ ഇങ്ങനെ വെറുതെ ഒന്നും ആലോചിച്ച് കൂട്ടാൻ നിൽക്കണ്ട എന്നൊക്കെ പറയാണ്. അതിനുശേഷം പിന്നീട് ചരനാണെങ്കിൽ രാജാവിനെ കാണാനായിട്ട് വരുന്നുണ്ട്. ആ സമയം തൻതനായുടെ വിവരങ്ങളെല്ലാം അന്വേഷിച്ചിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. തൻതനായും കനിനും താമസിച്ചിരുന്ന അങ്ങ് UK-യിലുള്ള ആ ഒരു വീട്, ആ വീടാണെങ്കിൽ ആരൊക്കെയോ ചേർന്ന് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ വീടിൻ്റെ അകത്ത് നിന്നൊരു ബോഡിയും കിട്ടി, എന്നത് ആരുടെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. തൻതനായുടെ തന്നെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, ടെസ്റ്റ് വന്ന ഉടനെ ഞാനത് അറിയിക്കാമെന്നവൻ പറയാണ്. ആ സമയം രാജാവ്, അത് തൻതനായുടെ തന്നെയാണ് എന്ന് നീ പോയി കനിനോട് പറയണം, കാരണം കനിനാണെങ്കിൽ ഇപ്പോഴും തൻതനായിനെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന് വിഷമിച്ച് കഴിഞ്ഞാൽ അവൻ എങ്ങനെ ഇവിടെ നിന്ന് സ്ട്രോങ് ആവും, അതുകൊണ്ട് നീ അവൻ്റെ അടുത്ത് പോയിട്ട് തൻതനായി മരിച്ചു എന്നങ്ങ് പറയാൻ പറയുന്നുണ്ട്. ആ സമയം ചരന് താല്പര്യമില്ല, എന്നാലും രാജാവ് അവന് കൊടുത്ത ഒരു ഡ്യൂട്ടി ആയതുകൊണ്ട് തന്നെ അവൻ ഓക്കെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ നേരെ കനിനെ കാണാനായിട്ട് പോകുന്നുണ്ട്, കൂടെ രാജാവും വരുന്നുണ്ട്. എന്നിട്ട് കനിൻ്റെ അടുത്ത് അവരുടെ വീട് കത്തിയ ആ ഒരു ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുത്തിട്ട് തൻതനായി മരിച്ചു എന്ന് പറയുന്നുണ്ട്. കനിനിപ്പോൾ ഫസ്റ്റ് വിശ്വസിക്കുന്നില്ല, എന്നാൽ അവൻ വീണ്ടും പറയുമ്പോൾ കനിനാണെങ്കിൽ കരയാൻ തുടങ്ങുകയാണ്. ആ സമയം രാജാവും വന്നിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നൈറ്റ് അവൻ റൂമിൽ ഇരുന്ന് കരയുമ്പോൾ ചരൺ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, നിങ്ങൾ ഇത്രയും വിഷമത്തിയിരിക്കുന്ന സ്ഥിതിക്ക് ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കാൻ നിൽക്കല്ലേ, നിങ്ങളുടെ കൂടെയായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്ന അയാളെയും കൂടെ നിർത്തി വയ്ക്കാൻ പറയുന്നുണ്ട്. കനിന ആ സമയം, എങ്കിൽ പിന്നെ നീ എൻ്റെ കൂടെ നിൽക്കാൻ പറയുമ്പോൾ ചരനാണെങ്കിൽ ഞാൻ പോകുന്നെന്നുള്ള കാര്യം പറയാനായിട്ടാണ് വന്നത്,
നിങ്ങളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക എന്നതായിരുന്നു എൻ്റെ ഡ്യൂട്ടി. അത് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി തിരിച്ചു പോവുകയാണെന്ന് പറയുന്നുണ്ട്. ആ സമയം പെട്ടെന്ന് കനിനാണെങ്കിൽ ചരൻ്റെ കയ്യിലേക്ക് പിടിക്കുമ്പോൾ ചരനാണെങ്കിൽ ഇത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നുണ്ട്. അവൻ ഉദ്ദേശിച്ചത് കനിനൊരു രാജകുമാരനാണ്. ചരനാണെങ്കിൽ അത്രയും സ്ഥാനത്തുള്ള ഒരാളല്ല. അതുകൊണ്ട് തന്നെ കനിൻ അവൻ്റെ കയ്യിൽ പിടിച്ചപ്പോൾ അതൊന്നും ചെയ്യാൻ പാടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം കനിൻ എന്താ പെട്ടെന്ന് ഇപ്പം ഇങ്ങനെ പറയുന്നത്? നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഒരുമിച്ചല്ലേ ഉണ്ടായിരുന്നത്, അപ്പോൾ നീ ഇങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ചരണിനോട് കനിൻ ചോദിക്കുവാണ്. ഞാനാണെങ്കിൽ ആ ഒരു ഫെൻസിങ് കോമ്പറ്റീഷനിൽ ചേരാതിരുന്നു കഴിഞ്ഞാൽ ഇവിടെ ഉള്ളവരെല്ലാവരും എന്നെ വെറുക്കോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ചരനാണെങ്കിൽ ഒരിക്കലുമില്ല, നീ എന്ത് ഡിസിഷൻ എടുത്താലും എല്ലാവരും അത് റെസ്പെക്റ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. കനിനപ്പോൾ ചരണിനോട് ഞാൻ എന്താ ചെയ്യേണ്ടത്, ആ മത്സരത്തിൽ പങ്കെടുക്കണോ വേണ്ടേ, നിൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പങ്കെടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് ചരൺ പറയുന്നുണ്ട്. ആ സമയം കനിൻ എങ്കിൽ പിന്നെ ഞാൻ എന്ത് തീരുമാനം എടുത്താലും നീ റെസ്പെക്റ്റ് ചെയ്യോ, കൂടെ നിൽക്കോ, എപ്പോഴും എൻ്റെ ഒപ്പം ഉണ്ടാവോ എന്നിങ്ങനെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ ചരണിനെ ഹഗ് ചെയ്ത് കരയാനായിട്ട് തുടങ്ങാണ്. ആ സമയം ചരനാണെങ്കിൽ ഇതുപോലെ കനിലൊരു രാജകുമാരനായതുകൊണ്ട് തന്നെ ഒത്തിരി ക്ലോസ് ആവാതിരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ ഹഗ് ചെയ്ത് സമാധാനിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാജാവാണെങ്കിൽ മറ്റ് നേഷൻസിലുള്ള എല്ലാ രാജാക്കന്മാരെയും വിളിച്ചിട്ട് ആ ഒരു ഫെൻസിങ് കോമ്പറ്റീഷൻ 3 മാസത്തിനുള്ളിൽ നടക്കും. എന്നിട്ട് ആരാണ് രാജാവാകാൻ പോകുന്നതെന്ന് ഡിസൈഡ് ചെയ്യും എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം പുച്ചോങ് ബിസത്തിലെ രാജാവ് എഴുന്നേറ്റ് നിന്നിട്ട് പറയാണ്, കനിൻ ആ ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞില്ലേ, പിന്നെ ഇവിടെ ആൺകുട്ടിയായിട്ട് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ എൻ്റെ മകൻ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ പിന്നെ ഒരു മത്സരം വയ്ക്കേണ്ട ആവശ്യം എന്താണ്? കാരണം ഒരാൾ മാത്രമല്ലേ ഇതിലുള്ളൂ, അപ്പോൾ പിന്നെ അടുത്ത രാജാവാകേണ്ടത് ഞാനല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇതേ സമയം കനിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ മത്സരത്തിൽ പങ്കെടുക്കണോ വേണ്ടേ, എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്നിങ്ങനെ റൂമിൽ നിന്നിങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. ഇവൻ്റെ ഈ ഒരു വെപ്രാളം കാണുമ്പോഴത്തേക്കും അവൻ്റെ കൂടെ നിൽക്കുന്ന അയാൾക്കും കൂടെ ടെൻഷനായിട്ട് എന്തെങ്കിലും പെട്ടെന്നൊരു തീരുമാനം എടുക്കുക, എന്നെ കൂടെ ഇങ്ങനെ ടെൻഷനാക്കല്ലേ എന്നിങ്ങനെ കനിനോട് പറയുന്നുണ്ട്. കനിൻ അങ്ങനെ ആലോചിക്കുന്ന ടൈമിൽ ഇവനെ ഇത്രയും പ്രൊട്ടക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് എത്തിക്കാനായിട്ട് തന്തനായി ചെയ്തതും പിന്നെ ചരൺ അവൻ്റെ അടുത്ത് നിങ്ങൾ ഈ മത്സരത്തിൽ പങ്കെടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹമെന്ന് കഴിഞ്ഞ ദിവസം രാത്രി പറഞ്ഞതും ഇതെല്ലാം ഇവൻ്റെ മൈൻഡിലേക്ക് വരാണ്. അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിട്ട് ഞാനാണെങ്കിൽ ആ മത്സരത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവനിങ്ങനെ വന്ന് പറയുമെന്ന് രാജാവിനറിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജാവ് ഒന്ന് ചിരിച്ചിട്ട് ഇപ്പോൾ ഇതിൽ പങ്കെടുക്കാനായിട്ട് 2 പേരുണ്ട്, ഒന്ന് അശ്വദേവാത്തിനും അടുത്തത് പുച്ചോങ് ബിസത്തും. 3 മാസത്തിനുള്ളിൽ ഈ ഒരു കോമ്പറ്റീഷൻ നടക്കും. ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഇപ്പം പറയാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ആരും ഒന്നും മിണ്ടുന്നില്ല. എന്നാൽ പെട്ടെന്ന് അവ പറയുന്നുണ്ട് എനിക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കണമെന്ന്. ആ സമയം പുച്ചോങ് ബിസത്തിലെ രാജാവ് പറയാണ്, പെൺകുട്ടികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കാറില്ല, അത് ഒത്തിരി വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് നടക്കുന്നത്, അക്കാര്യം നിനക്കും അറിയാമെന്നുള്ളതല്ലേ, ഇപ്പോൾ പെട്ടെന്ന് റൂൾസ് മാറ്റാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. അവ അപ്പോൾ പറയുന്നുണ്ട് ഒരിക്കലും ഒരു റൂളിലും പറഞ്ഞിട്ടില്ല പെൺകുട്ടികൾ ഇതിൽ മത്സരിക്കാൻ പാടില്ല എന്ന്. ജസ്റ്റ് പറഞ്ഞേക്കുന്നത് കഴിവുള്ളവർ അവരുടെ കഴിവ് തെളിയിക്കണമെന്നാണ്. ഞാൻ എൻ്റെ കഴിവ് തെളിയിക്കും, എനിക്കും ഇതിൽ മത്സരിക്കണം, പിന്നെ മുമ്പത്തെ പോലെയല്ലല്ലോ ഇപ്പോൾ സ്ത്രീകൾക്കും ഇതിലൊക്കെ പങ്കെടുക്കാൻ പറ്റുമല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം രാമിൽ അത് പറ്റത്തില്ല എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കനിൻ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ഉള്ളതല്ലേ, ആണും പെണ്ണും ഒരുപോലെയാണെന്ന്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രാജാവും ശരിയാണ്, അവ പറയുന്നത് ശരിയാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് പറയുന്നു, ഈ ഒരു മത്സരത്തിൽ അശ്വദേവാത്തിൻ, തവിഷ് മേധ, പുച്ചോങ് ബിസത്ത് ഈ 3 നേഷൻസും ഇതിൽ പങ്കെടുക്കുന്നതായിരിക്കും. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തോളൂ, ഈ ഒരു മീറ്റിംഗ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് രാജാവ് അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പോകാൻ തുടങ്ങുന്ന സമയത്ത് രാമിലാണെങ്കിൽ അവയുടെ അടുത്തും പിന്നെ കനിൻ്റെ അടുത്തും കൂടെ ആയിട്ട് നിങ്ങൾ 2 പേരും മത്സരിക്കാൻ വന്നപ്പോൾ മത്സരം കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയി, നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവനൊരുമാതിരി അവൻ തന്നെ ജയിക്കും എന്നുള്ള രീതിയിൽ ഒരു കോൺഫിഡൻസോടെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. കനിനപ്പോൾ താങ്ക് യു എന്നും പറയുന്നുണ്ട്. അവ ആ സമയം എന്നെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് തന്നെ കനിൻ്റെ അടുത്ത് താങ്ക്സ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്ന കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും കനിൻ ഇങ്ങനെ കൊട്ടാരമൊക്കെ ചുറ്റി നടക്കുന്നുണ്ട്. ചുറ്റി നടക്കുന്ന വേറൊന്നിനുമല്ല ചരണിനെ അന്വേഷിച്ചാണ്. എന്നാൽ അവനെ കാണാത്തതുകൊണ്ട് തന്നെ ഇവൻ്റെ കൂടെ നടക്കുന്ന ആളടുത്ത് ചോദിക്കുന്നുണ്ട് ചരൺ എവിടെയാണെന്ന്. ആ സമയം അവൻ മിക്കവാറും ആർട്സ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാകുമെന്ന് അയാൾ പറയുന്നുണ്ട്. കനിൻ ആ സമയം അവനിപ്പോഴും കോളേജിൽ പഠിക്കുവാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അല്ല, അവനവിടെ ആർട്ട് പഠിപ്പിക്കുന്ന പ്രൊഫസറാണെന്ന് പറയുന്നുണ്ട്. ആ സമയം കനിനാണെങ്കിൽ ഞാൻ വിചാരിച്ചു അവൻ ഫൈറ്റിൽ മാത്രമാണ് അടിപൊളിയെന്ന്, എന്നാൽ അവൻ നന്നായിട്ട് ആർട്ടും ചെയ്യുമല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. പിന്നീട് ചരണിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ വേദീസിനെ മീറ്റ് ചെയ്യാനായിട്ട് വന്നേക്കാണ്. അവൻ വേദീസിനെ ഇങ്ങോട്ടേക്ക് വിളിച്ച് വരുത്തിയിരിക്കുകയാണ്. അങ്ങനെ അവർ പുറത്ത് വെച്ച് മീറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കണ്ടൊരു സംഭവമായിരുന്നു അത്. അതായത് കനിനെ അവൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ആ ഒരു ഫൈറ്റൊക്കെ നടത്തിയിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അവരെ വീണ്ടും അറ്റാക്ക് ചെയ്യാനായിട്ട് 1-2 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അടിച്ചിട്ട് ശേഷം അതിലൊരാളുടെ പോക്കറ്റിൽ നിന്ന് ചരണിന് കിട്ടിയൊരു എവിഡൻസ് അവൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സാധനം
അവസാനം അവനിപ്പോൾ വേദിസിൻ്റെ കൈ കൊടുത്തിട്ട് ഇത് നീ ചെക്ക് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ഇത് ഫേക്ക് അല്ലെന്ന് നിനക്ക് ഉറപ്പാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ ഇത് റിയലാണ്, ഞാൻ ചെക്ക് ചെയ്തതാണ്, നീ ഇതിൻ്റെ കാര്യം ഇനി നോക്കിക്കൊള്ളണോ എന്ന് പറയുമ്പോൾ വേദിസ് ഇങ്ങനെയൊക്കെ എവിഡൻസ് ഇട്ടിട്ടൊക്കെ അവർ പോവോ, ഇക്കാര്യം ഞാൻ നോക്കിക്കോളാം, പിന്നെ ഇത് പറയാൻ മാത്രമാണ് എന്നെ വിളിച്ചു വരുത്തിയത്, ഇനി വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ഉണ്ട്, ആ ഒരു UK ഉണ്ടായ തന്തനായി എന്ന് പറഞ്ഞ ഒരാൾ, അയാളാണ് കനിനെ ഇത്രയും കാലം പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അയാളിപ്പോൾ മരിച്ചതുപോലെയാണ് മറ്റുള്ളവരുടെ കണ്ണിൽ. എന്നാൽ എനിക്ക് ഉറപ്പാണ് അയാളിപ്പോഴും ജീവനോടെ ഉണ്ടെന്ന്. അയാൾ എവിടെയാണുള്ളത്, അയാളുടെ ഇൻഫർമേഷൻ എന്താണ്, എല്ലാം നീ കണ്ടുപിടിക്കണം. പക്ഷേ ഇത് നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ മാത്രമുള്ള ഒരു സീക്രട്ട് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. വേദിസ് അത് സമ്മതിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ചരൺ പോകാനായിട്ട് ഇറങ്ങുകയാണ്. ആ സമയം അവനൊന്ന് വാഷ്റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയം അവന് മനസ്സിലാവുന്നുണ്ട് ആരോ ഒരാൾ അവനെ ഫോളോ ചെയ്യുവാണെന്ന്. അങ്ങനെ അത് മനസ്സിലാക്കിയിട്ട് അത് ആരാണെന്ന് അവൻ അറിയാനായിട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത് മറ്റാരുമായിരുന്നില്ല, കനിൻ തന്നെയായിരുന്നു. അങ്ങനെ കനിനാണെങ്കിൽ തന്നെ ചരൺ പൊക്കി എന്ന് മനസ്സിലാവുമ്പോൾ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ നിന്നെ അന്വേഷിച്ച് തന്നെയാണ് വന്നതെന്ന്. അതേസമയം ആ സ്ഥലത്തേക്ക് 2 റിപ്പോർട്ടേഴ്സ് വരുന്നുണ്ട്. അവരാണെങ്കിൽ ഇപ്പോൾ അശ്വദേവത്തിൻ്റെ രാജകുമാരനായിട്ടുള്ള കനിൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവൻ്റെ ഫോട്ടോയൊക്കെ എടുത്ത് ന്യൂസിലിടാനായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ കൊട്ടാരത്തിൽ തന്നെയുള്ള ആരോ ഒരാളാണ് ഇങ്ങോട്ടേക്ക് കനിൻ വരുന്നുണ്ട് എന്ന കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുത്തത്. ഇക്കാര്യം ഇവർ സംസാരിച്ച് വരുന്നതുകൊണ്ട് തന്നെ അത് ചരനും കനിനും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ കനിനെ ഇവർ മനസ്സിലാക്കാതിരിക്കാനും കണ്ടുപിടിക്കാതിരിക്കാനും ഇവരടുത്തേക്ക് എത്തിയതും പെട്ടെന്ന് ചരനാണെങ്കിൽ കനിനെ കിസ് ചെയ്യുന്ന പോലെ നിൽക്കുകയാണ്. എന്നാൽ കിസ് ചെയ്യുന്നില്ല, കാരണം അവൻ ചൂണ്ടിലായിട്ട് ഒരു വിരൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് കിസ്സായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ പോയി കഴിയുന്നതും ചരനാണെങ്കിൽ സോറി പറയുന്നുണ്ട്. ആ സമയം കനിൻ നീ സോറി എന്ന് പറയണ്ട, നീ അതിന് എന്നെ കിസ്സൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറയാണ്. അതിനുശേഷം അവരാരും തിരിച്ചറിയാതിരിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കനിൻ്റെ കൂടെ അങ്ങോട്ടേക്ക് അവൻ്റെ കൂടെ നടക്കുന്ന ആളും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും അയാളെ കൂടെ നടക്കുന്ന ആളെന്നല്ലേ വിളിക്കുന്നത്, അയാൾക്ക് നമുക്കൊരു പേര് കൊടുക്കണ്ടേ. എൻ്റെ കണ്ണിൽ ആളെ കാണാനായിട്ട് സത്യം പറയാൻ ഭയങ്കര ക്യൂട്ടാണ്. സോ ഞാൻ ആളങ്ങ് ബബ്ലു എന്ന് വിളിച്ചാലോ എന്ന് വിചാരിക്കുക. കഥയ്ക്കത്ര മാച്ചാവുന്ന പേരൊന്നുമല്ല, പക്ഷേ ആ ആൾക്ക് മാച്ചാവുന്ന പേരാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് ആ പേര് വെച്ചാൽ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ബബ്ലു അവിടെ ഇരിക്കുന്ന കാണുമ്പോഴത്തേക്കും ചരനും കനിനും നേരെ അവൻ്റെ അടുത്തേക്ക് ചെല്ലാണ്. ആ സമയം ബബ്ലു പറയുന്നുണ്ട്, അതായത് എന്നെ 2-3 പേര് തിരിച്ചറിഞ്ഞു, നമുക്ക് പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് പോകണമെന്ന്. ആ സമയം ചരൺ പറയാണ് ഒരു കാര്യം ചെയ്യുക, അവരുടെ ശ്രദ്ധ തെറ്റിക്ക്, ഞാൻ കനിനെയും കൊണ്ട് പെട്ടെന്ന് തന്നെ കൊട്ടാരത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ ബബ്ലു അത് സമ്മതിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരും നേരെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വേദിസും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ വേദിസിനോട് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും നേരെ ചരൻ്റെ ബൈക്കിൽ കൊട്ടാരത്തിലേക്ക് എത്തുന്നുണ്ട്. കൊട്ടാരത്തിലെത്തിക്കഴിയുന്നതും ചരൺ ഞാൻ പോവുകയാണെന്ന് പറയാണ്. ആ സമയം കനിൻ നിനക്ക് ഇവിടെ നിന്നൂടെ എന്ന് ചോദിക്കുമ്പോൾ ചരനാണെങ്കിൽ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു, എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നുണ്ട്. കനിൻ അവൻ്റെ അടുത്ത് നിൽക്കാൻ പറയുന്നുണ്ടെന്ന് അവൻ കേൾക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം കനിനാണെങ്കിൽ രാജാവായിട്ടുള്ള അവൻ്റെ മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നുണ്ട് തനിക്ക് പേഴ്സണൽ ഒരു ബോഡി ഗാർഡായിട്ട് അല്ലെങ്കിൽ അവൻ്റെ കൂടെ നിൽക്കുന്ന ആളായിട്ട് ചരനെ വേണമെന്ന്. അതാണെങ്കിൽ രാജാവ് പെട്ടെന്ന് തന്നെ സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടേക്ക് ചരനെ വിളിച്ചു വരുത്തിയിട്ട് അവൻ്റെ അടുത്ത് ഈ കാര്യം പറയുന്നുണ്ട്. രാജാവ് കൊടുത്ത ഓർഡർ ആയതുകൊണ്ട് തന്നെ ചരൺ സമ്മതിക്കുന്നുണ്ട്. പിന്നീട് രാജാവിൻ്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ കനിനാണെങ്കിൽ തനിക്ക് ചരനോട് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന് പറയുന്നതുകൊണ്ട് തന്നെ ബബ്ലുവും മറ്റുള്ളവരെല്ലാവരും അവിടെ നിന്ന് നടന്നു പോവാണ്. അങ്ങനെ ചരൻ്റെ അടുത്ത് കനിൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ചരൺ പറയുന്നുണ്ട് നിങ്ങളൊരു രാജകുമാരനാണ്, ഞാൻ പക്ഷേ നിങ്ങളുടെ താഴത്തെ നിലയിലുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഇൻഫോർമലായിട്ട് സംസാരിക്കുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഫോർമാലിറ്റിയിൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ, നിങ്ങളും അങ്ങനെ തന്നെ പെരുമാറുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറയുമ്പോൾ കനിനാണെങ്കിൽ ഇല്ല, നീ എൻ്റെ അടുത്ത് ഇൻഫോർമലായിട്ട് വേണം സംസാരിക്കാൻ, അത് ഞാൻ നിനക്ക് തരുന്നൊരു ഓർഡറാണ്, ഞാൻ തരുന്ന ഓർഡർ നീ അനുസരിക്കണമെന്ന് പറയുന്നുണ്ട്. ചരനും അപ്പോൾ വേറെ വഴിയില്ലാത്തതുകൊണ്ട് മിണ്ടാതെ അങ്ങ് നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് തവിച്ച് മേധ, പുച്ചോങ് ബിസത്ത് ഇതിലുള്ള രാജാക്കന്മാരെല്ലാവരും തന്നെ അവരാണെങ്കിൽ അവരുടെ കൊട്ടാരത്തിൽ ഇരുന്ന് പരസ്പരം കോൾ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ സമയം അവരിങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് അവരറിഞ്ഞ ന്യൂസ്, അതായത് ചരനാണ് ഇപ്പോൾ കനിൻ്റെ പേഴ്സണൽ ബോഡി ഗാർഡായിട്ടുള്ളതെന്ന്. അവരുടെ കണ്ണിൽ ചരൻ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ആ ഒരു രാജാവ് നോക്കി വളർത്തിയൊരു പയ്യനാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ആർട്ടിൻ്റെ പ്രൊഫസറായിട്ടിരിക്കുന്നൊരു പയ്യനാണ്. അവന് ഫൈറ്റ് അറിയാമെന്നുള്ള കാര്യമൊന്നും ഇവർക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ഇവർ സംസാരിക്കുന്നുണ്ട് അവൻ എങ്ങനെ കനിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമെന്നൊക്കെ. അതേ ടൈമിന് പുച്ചോങ് ബിസത്തിലുള്ള രാജാവ് പറയുന്നുണ്ട് ഹിമാലയുടെ രാജാവ് എടുത്ത തീരുമാനമല്ലേ ഇത്, എന്തെങ്കിലുമൊക്കെ കാണും, അതുകൊണ്ട് കണ്ണടച്ച് മൊത്തം വിശ്വസിക്കാൻ നിൽക്കണ്ടെന്നും പറയുന്നുണ്ട്. പിന്നീട് ഒരു ന്യൂസൊക്കെയാണ് TV-യിൽ പോകുന്നത്, അതായത് ഇങ്ങനെ ഹിമാലയയിൽ 3 മാസം കഴിയുമ്പോഴത്തേക്കും പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു മത്സരം നടക്കും. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നത് പുച്ചോങ് ബിസത്തിലെ റാമിലാണ്. പിന്നെ ഇപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി എന്നുള്ള സംഭവം കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഒരു പെൺകുട്ടിയും മത്സരിക്കുന്നുണ്ട്. ആ
അത് തവിച്ചുമേതയിലെ അവയാണ്. പിന്നെ ഇപ്പോൾ അശ്വദേവത്തിലെ രാജകുമാരനും തിരിച്ചു വന്നിട്ടുണ്ട്. ആ രാജകുമാരനായിട്ടുള്ള കനിനും ഇതിൽ മത്സരിക്കുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം തന്നെ ഒരു ന്യൂസായിട്ട് പോകുന്നുണ്ട്. പിറ്റേ ദിവസം കനിനുമായിട്ട് ബബ്ലു ആണെങ്കിൽ ലൈബ്രറിയിലേക്ക് വരികയാണ്. ആ സമയം ഈ ന്യൂസ് കണ്ടതോടെ കനിനെക്കുറിച്ച് ആൾക്കാർക്ക് അറിയണമെന്ന ആഗ്രഹമായി എന്നുള്ള കാര്യങ്ങളെല്ലാം ബബ്ലു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ബബ്ലു ആണെങ്കിൽ സാധാരണ ഈ കൊട്ടാരത്തിൽ ഒരു ഫംഗ്ഷൻ നടന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഒക്കെ കനിന് പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം ഇന്ന് കനിൻ തിരിച്ചു വന്നതിൻ്റെ ഫംഗ്ഷനാണ്. അങ്ങനെ ആ വീഡിയോ കാണുന്ന സമയത്ത് അതിലിങ്ങനെ പറയുന്നുണ്ട് ഡാൻസ് കളിക്കുമെന്നും. ഡാൻസ് കളിക്കുന്ന സമയത്ത് പാർട്ട്നേഴ്സിനെ ചേഞ്ച് ചെയ്ത് മാറി മാറിയാണ് കളിക്കുന്നതെന്ന്. ആ സമയം കനിനാണെങ്കിൽ എനിക്ക് ആ ഡാൻസ് ഒന്ന് പഠിപ്പിച്ചു തരാമോ പ്ലീസ് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ബബ്ലു നിങ്ങളൊരു രാജകുമാരനാണ്, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ പ്ലീസ് എന്ന് പറയരുത്, ഒരു കമാൻഡ് പോലെ പറയാൻ മാത്രമേ നിൽക്കാവൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം കനിൻ ശരി എനിക്ക് ആ ഡാൻസ് പഠിപ്പിച്ചു തരാനായിട്ട് പറയാണ്. ആ സമയം ബബ്ലു ഓക്കെ അങ്ങനെ വേണം ചോദിക്കാനെന്ന് പറഞ്ഞിട്ട് അവനെ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നീട് വൈകുന്നേരം ആവുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ, അതായത് എല്ലാ നേഷനിലുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ ആ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഒരു കൊയർ ടീം വന്നിട്ട് പാട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് രാജാവ് വന്നിട്ട് തൻ്റെ കൊച്ചുമോനായിട്ടുള്ള കനിനെ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കനിൻ വരുമ്പോൾ അവനാണെങ്കിൽ ഒരു കിരീടമൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കനിനെ അങ്ങോട്ടേക്ക് ഒഫീഷ്യലി ഇൻവൈറ്റ് ചെയ്ത ആ ഒരു ചടങ്ങ് കഴിയുകയാണ്. അത് കഴിയുമ്പോഴത്തേക്കും കനിനാണെങ്കിൽ ചരണിനെ നോക്കിയിട്ട് ഒന്ന് ചിരിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡോടെ എൻഡ് ആവുകയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ബൈ.